റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. നടൻ നിവിൻ പോളിയെ വ്യാജ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചുവെന്നൊരു പരാതിയിൽ നിർമ്മാതാവ് PS ഷംനാസിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കോടതി. വൈക്കം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് കോടതി ചുമത്തിയത്. കോടതി തല അന്വേഷണം നടത്തിയ ശേഷമാണ് മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തത്. ശരൺ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ്. ശരൺ, നിവിൻ പോളിയെ അനാവശ്യമായിട്ട് കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു. റിപ്പോർട്ടറാണ് ആ വാർത്ത അന്ന് പൊളിച്ചു കൊടുത്തത്. അന്ന് നമ്മൾ പരാതിപ്പെട്ട കക്ഷിയുമായിട്ട് നേരിട്ട് സംസാരിച്ചു. അപ്പോൾ ഓരോരോ തെളിവുകളായിട്ട് പൊളിഞ്ഞടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ കോടതി തന്നെ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവിച്ചത് ശരൺ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുടെ എല്ലാത്തര അവകാശങ്ങളും നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിക്കാണ്. ഇത് മറച്ചു വെച്ചുകൊണ്ട് നിവിൻ പോളിയുടെ വ്യാജ ഒപ്പിട്ടുള്ള രേഖ ഉണ്ടാക്കിയുമാണ് ഈ പരാതിക്കാരൻ രംഗത്തെത്തിയിരുന്നത്. ഈ പരാതിക്കാരനായ ഷംനാസ് ഉന്നയിച്ചിരുന്ന പരാതി എന്ന് പറയുന്നത്, അതായത് 1.9 കോടി നൽകിക്കൊണ്ട് താൻ ഈ സിനിമയുടെ വിതരണാവകാശം നേടുന്നു. എന്നാൽ ഇത് മറച്ചു വെച്ചുകൊണ്ട് നിവിൻ പോളിയും എബ്രഡ് ഷൈനും ചേർന്ന് 5 കോടി രൂപയ്ക്ക് മറ്റൊരാൾക്ക് ഇത് മറച്ചു നൽകിയെന്നുള്ളതായിരുന്നു. ഈ സാമ്പത്തിക വഞ്ചന പരാതിയിലാണ് നിവിൻ പോളിക്കും എബ്രഡ് ഷൈനുമെതിരെ തലയോലപ്പറമ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നത്. ഇതിൽ പരാതിക്കാരൻ കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ വ്യാജമാണെന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ പരാതിക്കാരൻ രേഖകൾ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് നിവിൻ പോളി അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ രേഖകൾ വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു അന്യായ ഹർജി ഫയൽ ചെയ്തിരുന്നതാണ്. ആ ഹർജിയിൽ കോടതി തല അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ കോടതി തല അന്വേഷണം പൂർത്തിയായിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ പരാതിക്കാരനായ ഷംനാസിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയിരിക്കുന്നത്. പ്രധാനമായും വൈക്കം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെയാണ് നടപടി. അതിൽ തന്നെ കോടതി ചുമത്തിയിരിക്കുന്നത് 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണെന്നുള്ളതാണ്. BNS നിയമത്തിലെ 229, 236, 237 വകുപ്പുകളാണ് ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കോടതി ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് കോടതിയിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവെച്ചതിന് PS ഷംനാസിനെതിരെ കേസെടുത്തതിന് പുറമെ വ്യാജ തെളിവുകൾ നൽകുന്നത് കോടതിയെ കബളിപ്പിക്കലാണെന്നുള്ള നിരീക്ഷണമാണ് മജിസ്ട്രേറ്റ് കോടതി നടത്തിയിരിക്കുന്നത്. കോടതികൾ സത്യം അറിയിക്കേണ്ട PS ഷംനാസ് മനഃപൂർവ്വം വ്യാജ വിവരങ്ങൾ നൽകിയെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നീതിക്കായി പ്രോസിക്യൂഷൻ നടപടി അനിവാര്യമാണ്. ഷംനാസ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നുള്ള നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും ഈ കോടതി തല അന്വേഷണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടികളിലേക്ക് വൈക്കം കോടതി കടക്കുകയും ചെയ്തിരിക്കുന്നത്. നിവിൻ പോളിക്കായി ഹൈക്കോടതിയിലെ അഭിഭാഷകരായ T. സുകേഷ് റോയിയും മീര മേനോനുമാണ് ഹാജരായിരിക്കുന്നത്. ഇതോടുകൂടി ഇയാൾക്കെതിരെ ഷംനാസിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പായി. അത് തലയോലപ്പറമ്പ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. ഒരാവശ്യമില്ലാതെ ഒരു വ്യാജരേഖ ഉണ്ടാക്കി ഒരു നടനെ കുരുക്കാൻ പോയതാണ്. ഇപ്പൊ സ്വയം കുരുക്കിലായില്ലേ? താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. അതാണ് ഇവിടെ ആപ്റ്റായിട്ടുള്ള ആ പഴമൊഴി. വല്ല കാര്യം ഉണ്ടായിരുന്നു എൻ്റെ പൊന്നു നിർമ്മാതാവേ?